തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യാ സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിലെന്ന് FIR. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ മണ്ണ് മാഫിയ സംഘവുമായി നേതാക്കൾക്ക് ബന്ധമെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ഫോൺ സംഭാഷണവും പുറത്ത്. ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. അതിന് ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. ആനന്ദ് ഇപ്പോൾ ശിവസേനയിലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് തലവേദനയായി വിമതശല്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലും CPM-ന് വിമതൻ. ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് വ്യക്തി താൽപര്യമെന്ന് ശ്രീകണ്ഠൻ. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള 22-അംഗ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. K. മുരളീധരന് BJP മുന്നേറ്റം കണ്ടുള്ള മാനസിക വിഭ്രാന്തിയെന്ന് B. ഗോപാലകൃഷ്ണൻ. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് 2,86,6279 വോട്ടർമാർ. പുതിയതായി ചേർത്തത് 2,67,587 പേരെ. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇന്നലെ അർദ്ധരാത്രി. ശബരി പാതകൾ ഇന്നു മുതൽ ശരണമുഖരിതം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ദിവസവും 70,000 പേർക്ക് വീതം. കട്ടിളപ്പാളി വാതിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT സംഘം ശബരിമലയിൽ. ദേവരഥ സംഗമത്തിന്റെ പുണ്യം ഏറ്റുവാങ്ങാൻ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ. സന്ധ്യയോടെ ദേവരഥങ്ങൾ മുഖാമുഖമെത്തും. ചെങ്കോട്ട സ്ഫോടന സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകളും ഷെല്ലുകളും കണ്ടെത്തിയത് സുരക്ഷാസേന ഉപയോഗിക്കുന്ന 9mm കാലിബർ വെടിയുണ്ടകൾ. കാറിലുണ്ടായിരുന്നത് 30 കിലോ സ്ഫോടക വസ്തുക്കൾക്കൊപ്പം TATP എന്ന മാരക വസ്തുവുമെന്ന് NIA. കസ്റ്റഡിയിലെടുത്ത അൽഫല സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥി നിസാർ ആലത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊൽക്കത്ത ടെസ്റ്റിൽ ജയപ്രതീക്ഷയോടെ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ജയിക്കാൻ ഇനി വേണ്ടത് 86 റൺസ്. ഇന്ത്യ 3 വിക്കറ്റിന് 38 റൺസ് എന്ന നിലയിൽ. ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സ് 153 റൺസിൽ അവസാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത RSS നേതാവ് ആനന്ദ് K. തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം പുറത്ത്. RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും നേതൃത്വം അത് കണക്കിലെടുത്തില്ല. പലയിടത്തു നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് സുഹൃത്തിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൃക്കണ്ണാപുരത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിക്കും. 16-ാം വയസ്സ് മുതൽ RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ലഭിച്ചില്ല. എത്ര കൊമ്പന്മാർ എതിരെ വന്നാലും പോരാടുമെന്നും ആനന്ദ് പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആനന്ദ് തമ്പിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം പാർട്ടി തഴഞ്ഞതിന്റെ മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴി വൈകാതെ അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ BJP പ്രവർത്തകന്റെ ആത്മഹത്യ സങ്കടകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യത്തിൽ BJPക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്ത പാനലിൽ ആ വ്യക്തിയുടെ പേരുണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നീട് ശിവസേനയിൽ ചേർന്നു. ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ പ്രതികരിച്ചു. ഇത് വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്.
ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാദ പരാമർശവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ആത്മഹത്യ വ്യക്തിപരമാണെന്നും മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങളെന്നും ഗോപാലകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. സംഭവം സംഘടനാപരമായി അന്വേഷിക്കും. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെങ്കിൽ താൻ 12 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അല്ല, അങ്ങനെ അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റില്ല. BJPയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന രൂക്ഷ വിമർശനവുമായി മന്ത്രി V. ശിവൻകുട്ടി. സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പാർട്ടിയായി BJP മാറിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജീവ് ചന്ദ്രശേഖറിന് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രത്യേക കോഴ്സ് കൊടുക്കണമെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. അതേസമയം ശശി തരൂർ സംഭവത്തെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും മനുഷ്യത്വമുള്ളവർ അങ്ങനെ പറയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. BJP RSS പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. RSS BJP നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങൾക്കും സാമ്പത്തിക തിരിമറികളും മണ്ണ് മാഫിയ ബന്ധങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. BJP പ്രവർത്തകന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ശശി തരൂർ MP. സംഭവത്തിൽ അന്വേഷണം നടക്കണമെന്നും തന്റെ മനസ്സ് അവരുടെ കുടുംബത്തിനൊപ്പമാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. ഈ സംഭവങ്ങളെ കുറിച്ച് എന്തായാലും അന്വേഷണം വേണം. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് അവർ പാർട്ടിയുടെ അകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇനി നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമായി. വെറുതെ ഇനി ദുഃഖ വാർത്ത എനിക്ക് എന്റെ ഹൃദയം, എന്റെ മനസ്സും ആ കുടുംബത്തിനെ കുറിച്ചാണ്. അവര് എന്തായിരിക്കും ഒരു യുവ ഇങ്ങനെ അന്തരിച്ചു പോയ ശേഷം അവര് വേദന നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അതിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല. ആനന്ദ് കെ തമ്പി ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം. സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദിന്റെ പേര് വരാനുള്ള സാധ്യത തന്നെയില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. മരണം രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന നീചമായ പ്രവൃത്തി മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് BJPക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമതശല്യം കൂടുതൽ തലവേദനയാകുന്നു. ഉള്ളൂർ വാർഡിലും CPMന് വിമതൻ. ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കും. കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത ആരോപണമുയർത്തിയാണ് K. ശ്രീകണ്ഠൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളിക്ക് വ്യക്തി താൽപര്യമെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. ചെന്നതിന് ശേഷവും എന്റെ മെമ്പർഷിപ്പ് ആ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ 2008 മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അല്ല, കടകംപള്ളിയാണ് എന്നെ ഈ വിവരം അറിയിക്കുന്നത്. എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചുവെന്നും മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊള്ളാൻ പറഞ്ഞതും കടകംപള്ളിയാണ്. വിളിച്ചറിയിച്ചു. നവംബർ 1 തീയതി രാവിലെ 11:45 എന്നെ വിളിച്ചു പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, CPMന് കൂടുതൽ പ്രതിസന്ധിയാവുകയാണ് ഈ കൂടുതൽ വിമതർ എത്തുന്നതോടുകൂടി. ഏതെങ്കിലും രീതിയിൽ ഇത് അവരെ ബാധിക്കുമോ? ഒപ്പം കടകംപള്ളി സുരേന്ദ്രനെതിരെയാണല്ലോ കൂടുതൽ വിമത സ്ഥാനാർത്ഥികളും ആരോപണം ഉന്നയിക്കുന്നത്.
തീർച്ചയായും അതായത് സംസ്ഥാനത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ 3 മുന്നണികൾക്ക് വിമതശല്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും CPM-നാണ് ഏറ്റവും കൂടുതൽ വിമതശല്യം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല പ്രധാനപ്പെട്ട ജില്ലകൾ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ കൂടി തലസ്ഥാനത്തെ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച ഓരോ ഡിവിഷനിലും വലിയ രീതിയിൽ തന്നെ വിമതശല്യം നേരിടുന്നുണ്ട്. ഇതൊക്കെ തന്നെ മായ സൂചിപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ MLA-ക്ക് മുൻമന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരസ്യമായ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയാണ് ഓരോ CPM-ന്റെ ലോക്കൽ നേതാക്കന്മാരും പാർട്ടി വിട്ട് വിമതരായി മത്സരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഒരു ആനി അശോകൻ, കഴക്കൂട്ടത്തുണ്ടായിരുന്ന ആനി അശോകൻ പ്രാദേശിക നേതാവാണ്. ചെമ്പഴന്തിയിലെ ലോക്കൽ കമ്മിറ്റിയിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന നേതാവാണ്. വിമതയായി സീറ്റ് നിശ്ചയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് അവിടെ സ്വതന്ത്രമായി മത്സരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഉള്ളൂർ നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു സീറ്റ് തർക്കത്തെ ചൊല്ലി ഒരു പൊട്ടിത്തെറിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന K. ശ്രീകണ്ഠൻ, അദ്ദേഹം ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ആയിരുന്ന വ്യക്തിയാണ്. അത്രയേറെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത തലസ്ഥാനത്ത് ബന്ധമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവസാനം വരെ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യാവസായിക ബിസിനസ് താൽപര്യങ്ങൾക്ക് വേണ്ടിയുമാണ് അത്ര താൽപര്യമുള്ളവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അവസാന നിമിഷം മത്സരിപ്പിച്ചു എന്നാണ്. അതായത് ജില്ലാ നേതാക്കളായ V. ശിവൻകുട്ടിയെ അറിയാമായിരുന്നു, അതോടൊപ്പം V. ജോയിക്കും ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ അവരെ ഒന്നും തന്നെയും കടകംപള്ളി സുരേന്ദ്രന്റെ ഈ ഒരു നിർബന്ധത്തിന് അവർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കപ്പെട്ടു. തന്നെ മാറ്റി അവിടെ മറ്റൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി. അതിലുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പാർട്ടി LC മെമ്പറായിട്ട് കൂടി പാർട്ടിയുടെ അംഗത്വം പുറത്തു പോയാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വിമതശല്യമാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ രീതിയിൽ വിമതശല്യം ഉണ്ടാകുന്നത്. അതേസമയം വിമതരെയൊക്കെ പൂർണ്ണമായും തള്ളിയാണ് നേതാക്കൾ രംഗത്തെത്തുന്നത്. CPM-ന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് കൂടുതൽ വിമതരെത്തുകയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ വിമതനായി എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അൺഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്. BJP മുന്നേറ്റം കണ്ട് ഇടതും വലതും മുന്നണികൾ തകർന്നിരിക്കുകയാണെന്നും അതിന്റെ മാനസിക വിഭ്രാന്തിയാണ് K. മുരളീധരനെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ആദ്യം കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കൂ, എന്നിട്ട് മതി BJP-യുടെ പ്രശ്നം പരിഹരിക്കാൻ വരാനെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് K. മുരളീധരനോട് പറയാനുള്ളത്, ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതൃത്വം ഒന്ന് ശരിയാക്കുക. തോറ്റ് തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ വിടുവായുത്തരം ഒന്നും വേണ്ട. BJP-യുടെ കാര്യം നോക്കാൻ BJP-ക്ക് അറിയാം. K. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിലെ പ്രശ്നം ആദ്യം അദ്ദേഹം പരിഹരിക്കട്ടെ, എന്നിട്ട് മതി അദ്ദേഹം BJP-യുടെ നേതൃത്വം ഏറ്റെടുക്കാൻ. അരൂർ അപകടത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ MP. ജനങ്ങളുടെ സുരക്ഷയിൽ കരാറു കമ്പനി വീഴ്ച വരുത്തി. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ കഴിയില്ല. അരൂരിൽ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും 7 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ. എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു? ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് അവരിപ്പോൾ ഒന്നും അറിയില്ല, അവനെ നടക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ്? 42 മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെൻറ്? കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക NDA പുറത്തിറക്കി. 22 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. NPP നേതാവും മിനി അഗസ്റ്റിനും ഇത്തവണ കോവൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പട്ടികയും NDA പുറത്തുവിട്ടു. ചാത്തമംഗലം, പന്തീരാങ്കാവ്, കുന്നമംഗലം, കടലുണ്ടി എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. LDF-ഉം UDF-ഉം BJP-യുടെ മുന്നേറ്റം കണ്ട് അമ്പരന്നിരിക്കുകയാണെന്നും വികസിത കേരളം എന്ന ലക്ഷ്യവുമായി പാർട്ടി മുന്നേറുകയാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്താകെ 2.86 കോടി വോട്ടർമാരാണുള്ളത്. 2.6 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത്. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കേണ്ട പട്ടികയാണ് ഒരു ദിവസം വൈകി ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രസിദ്ധീകരിച്ചത്.
പുതിയ പട്ടികയനുസരിച്ച് സംസ്ഥാനത്താകെ 2.86 കോടി വോട്ടർമാരാണുള്ളത്. 2,67,587 പേരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത്. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. പട്ടിക പ്രകാരം 1.35 കോടി സ്ത്രീ വോട്ടർമാരും 1.15 കോടി പുരുഷ വോട്ടർമാരുമാണുള്ളത്. പട്ടികയിൽ 289 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 3,745 പ്രവാസി വോട്ടർമാരുമുണ്ട്. നവംബർ 4-5 തീയതികളിലായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും പേരുകൾ നീക്കം ചെയ്യാനും കമ്മീഷൻ അവസരം നൽകിയിരുന്നു. തുടർന്ന് ലഭിച്ച തിരുത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷമാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്തിമമായ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മീഷൻ സൗജന്യമായി നൽകും. സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ വോട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്തു. പയ്യന്നൂർ ഏറ്റുകുടുക്ക സ്വദേശി അനീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ ഏറ്റുകുടുക്കയിലെ വീട്ടിലാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നരു AUP സ്കൂളിലെ പ്യൂണാണ് അനീഷ്. മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമെന്ന് കുടുംബം ആരോപിച്ചു. ലക്ഷ്മി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലക്ഷ്മി, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? ഒപ്പം ഈ അനീഷിന്റെ കുടുംബം എന്താണ് പറയുന്നത്? ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. വീട്ടുകാർ പള്ളിയിൽ പോയിരുന്നു. ഈ സമയത്ത് പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് കുടുംബക്കാർ ഈ അനീഷ് ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 വൈകിയും അദ്ദേഹം ഉറങ്ങാതെ ഈ ഒരു പേപ്പർ വർക്കുകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം, അതായത് കുറച്ചു ദിവസമായി വലിയ രീതിയിൽ മാനസിക സംഘർഷം അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ കാരണമാണ് എന്നാണ് കുടുംബം അടക്കം ആരോപിക്കുന്നത്. ഏതായാലും പയ്യന്നൂർ മണ്ഡലത്തിലെ 18ാം ബൂത്തിൽ BLO ആണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ ജോലിഭാരം തന്നെയാണോ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ പെരിങ്ങാം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏതായാലും ഈ കുടുംബം പ്രധാനമായും പറയുന്നത് ഫോം പൂരിപ്പിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് അനീഷിന് കുറെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ചില തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ നേരിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാം ആയിരിക്കാം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ചെറിയൊരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരികയുള്ളൂ. ഏതായാലും രാവിലെ 11 മണിയോടെയാണ് അദ്ദേഹത്തിന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നത് ജോലി സമ്മർദ്ദം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത നോക്കാം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനൊരുങ്ങി ശബരിമല. ഇന്ന് വൈകിട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും ഇന്ന് നടക്കും. നാളെയാണ് വൃശ്ചികം 1. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. തുടർന്ന് മേൽശാന്തി 18ാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിക്കും. 18ാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അദ്ദേഹം കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30 ശബരിമല സോപാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും. ഇന്ന് പൂജകളില്ല. നാളെ വൃശ്ചിക പുലരിയിൽ പുലർച്ചെ 3-ന് പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനം തുടങ്ങും. ദിവസവും പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം. ഓൺലൈനായി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ഉൾപ്പെടെ പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്കായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം പമ്പയിലെത്തി. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച ശ്രീകോവിലിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടേതുൾപ്പെടെ സാമ്പിൾ സംഘം ശേഖരിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം ശബരിമലയിൽ തിരുത്തലുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞുവരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ല. അവരുടെ പശ്ചാത്തലം പരിശോധിക്കപ്പെടും. അന്വേഷണത്തിന് എല്ലാ സൗകര്യവും ചെയ്യുമെന്നും ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുകയാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എരുമേലിയിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 500ഓളം പോലീസ് സേനാംഗങ്ങളെയും എസ്പിഒമാരെയും വിന്യസിച്ചിരിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം മുഴുവൻ സേനാംഗങ്ങൾക്കും CPR ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും അടിയന്തര സാഹചര്യങ്ങളെ നേരിടേണ്ട രീതികളെക്കുറിച്ചും നിർദ്ദേശങ്ങളും പരിശീലനവും നൽകി. എരുമേലി വലിയമ്പലത്തിന് മുൻവശം സജ്ജമാക്കിയിട്ടുള്ള പോലീസ് കൺട്രോൾ റൂമിന്റെയും മാക്കൽ കവലയിൽ എരുമേലി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ചുക്കുകാപ്പി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെയും ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു. ശബരിമല മകരവിളക്ക് വേളയിൽ എരുമേലി, പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ചടങ്ങുകൾ നടത്തുന്ന പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് യോഗത്തിന്റെ പുതിയ പെരിയോനായി പുറയാറ്റി കളരി രാജേഷ് കുറുപ്പ് ചുമതലയേറ്റു. യോഗം ആസ്ഥാനമായ മഞ്ഞപ്ര ആലങ്ങാട്ട് യോഗം അയ്യപ്പ സന്നിധാനത്തിൽ നടന്ന ചടങ്ങുകൾക്ക് യോഗം പ്രതിനിധിയായ MN രാജപ്പൻ നായർ നേതൃത്വം നൽകി. അയ്യപ്പ ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പുറയാറ്റി കളരി രാജേഷ് കുറുപ്പിനെ കലശാഭിഷേകം ചെയ്ത് സ്ഥാനാരോഹണം ചെയ്തു. ഗുരുസ്വാമി രാജപ്പൻ നായർ മുദ്രവടിയും ഭസ്മസഞ്ചിയും കൈമാറി. ആലങ്ങാട്ട് യോഗത്തിന്റെ ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന കൊടിയും ഗോളകയും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആലങ്ങാട്ട് യോഗം ശബരിമല സ്വാമി ഭക്തജന സംഘത്തിന്റെ പൊതുയോഗമാണ് പുറയാറ്റി കളരി രാജേഷ് കുറുപ്പിനെ പെരിയോനായി തിരഞ്ഞെടുത്തത്. പെരിയോൻ സ്ഥാനം വഹിച്ചിരുന്ന ആൾ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ പെരിയോനെ തിരഞ്ഞെടുത്തത്. 18 വർഷം യോഗത്തിന്റെ മകരവിളക്ക് ചടങ്ങുകളിൽ പങ്കെടുത്ത ആളെയാണ് പെരിയോനായി തിരഞ്ഞെടുക്കുന്നത്. ദേവരഥ സംഗമത്തിന്റെ പുണ്യമേറ്റുവാങ്ങാൻ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ അണിഞ്ഞൊരുങ്ങി. വീഥികളിൽ പ്രയാണം നടത്തുന്ന രഥങ്ങൾ ഇന്ന് 5 മണിക്കും 7 ഇടയ്ക്ക് തേരുമുട്ടിയിൽ മുഖാമുഖമെത്തും. വൈകിട്ട് 4 വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങൾ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിനടുത്തുനിന്ന് പ്രയാണം പുനരാരംഭിക്കും. രഥസംഗമത്തിന് ശേഷം നാളെ പുലർച്ചെ 2:30 എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് 4 അഗ്രഹാര ക്ഷേത്രങ്ങളിലും ധ്വജാവരോഹണം നടക്കുന്നതോടെ ഈ വർഷത്തെ രഥോത്സവം കൊടിയിറങ്ങും. വയനാട്ടിൽ കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാതയുടെ പ്രാരംഭ പ്രവൃത്തി പുരോഗമിക്കുന്നു. കള്ളാടിയിൽ തുരങ്കം നിർമ്മിക്കേണ്ട പാറയ്ക്കു സമീപത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. തുരങ്കം ആരംഭിക്കുന്ന മീനാക്ഷി മലയടിവാരത്തിലേക്കുള്ള റോഡ് 60 മീറ്റർ വീതിയിലും 300 മീറ്റർ നീളത്തിലുമാണ് നിർമ്മിക്കുന്നത്. പാറ തുരക്കാനുള്ള അത്യാധുനിക യന്ത്രങ്ങൾ ഡിസംബർ അവസാന വാരത്തോടെ എത്തും. പദ്ധതി പ്രദേശത്ത് ഡംപിംഗ് യാർഡിനൊപ്പം താൽക്കാലിക ക്രഷർ യൂണിറ്റ്, കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് എന്നിവ ഉടൻ സ്ഥാപിക്കും. ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ്കോൺ കമ്പനിയാണ് പ്രവൃത്തി നടത്തുന്നത്. മണ്ണ് നീക്കൽ പൂർത്തിയാവുന്നതോടെ തുരങ്ക നിർമ്മാണത്തിലേക്ക് കടക്കും. കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. മറിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണമാണ് നിലവിൽ ആരംഭിച്ചത്. ഈ പാല നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ തുരങ്ക നിർമ്മാണത്തിനുള്ള കൂറ്റൻ യന്ത്രങ്ങൾ തുരങ്കമുഖത്തേക്ക് എത്തിക്കാനാകൂ. വയനാട്ടിലെ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡ് കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായി ബന്ധിപ്പിച്ചാണ് തുരങ്ക നിർമ്മാണം. പിന്നീട് തുരങ്കപാതയ്ക്ക് പ്രത്യേക റോഡ് നിർമ്മിക്കും. തുരങ്കപാതയ്ക്കായി മറിപ്പുഴ ഇരുവഞ്ഞിപ്പുഴയിൽ 4 വരി ആർച്ച് സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ ടെൻഡർ പൂനിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തത്. 73.86 കോടി രൂപയ്ക്കാണ് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും ടെൻഡർ കമ്പനി കരസ്ഥമാക്കിയത്. പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹം, പെട്ടെന്ന് പണി തീരണം എന്നാണ് ഞങ്ങളുടെ വിചാരം. ഇതിന്റെ പണി തീർന്നിട്ട് ഈ ഗുഹയിൽ കൂടെ ഞങ്ങൾക്കൊന്ന് യാത്ര ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ഉചിതമായിട്ട് തീരുമെന്ന് ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഞങ്ങൾ സങ്കല്പിച്ചുള്ളൂ. 5.771 മീറ്റർ വനമേഖലയിലൂടെയും 2.964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. വയനാട്ടിൽ 8.0525 ഹെക്ടർ ഭൂമിയും കോഴിക്കോട് ജില്ലയിൽ 8.1225 ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്തു. വയനാട്ടിൽ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡ്, കോഴിക്കോട് ആനക്കാംപൊയിൽ, മുത്തപ്പൻപുഴ, മറിപ്പുഴ റോഡ് എന്നീ 2 റോഡുകൾ തുരങ്കപാതയുമായി ബന്ധിപ്പിക്കും. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 851 മീറ്റർ ഉയരത്തിലാണ് വയനാട്ടിലെ പ്രവേശന കവാടം വരിക. അമൃത ന്യൂസ്, വയനാട്. അധികൃതരുടെ അനാസ്ഥ മൂലം താറുമാറാകുകയാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. കായൽ യാത്രയ്ക്കായി പുന്നമടയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളും അപകടം പതിയിരിക്കുന്ന നടപ്പാതയുമാണ്. വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേക ഇടം നേടിയെടുത്ത ആലപ്പുഴ ജില്ലയിൽ വിരുന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മോശം അനുഭവം സമ്മാനിക്കുകയാണ് പുന്നമടയിലെ പുരവഞ്ചികളുടെ താവളം.
ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് മതിയായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രധാന പ്രശ്നം. ടൂറിസം ഭൂപടത്തിൽ കിഴക്കിന്റെ വെനീസിന് ഇഷ്ടക്കാരേറുമ്പോഴും ആലപ്പുഴയുടെ മണ്ണിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ കടലും കായലും ഗ്രാമീണത നിറഞ്ഞ പ്രകൃതി മനോഹാരിതയും കണ്ട് സന്തോഷത്തോടെയാണോ തിരികെ മടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്നാകും മറുപടി. പുന്നമടയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടെ മതിയായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നതാണ് പ്രധാന കാരണം. കായലിന്റെ ഭംഗി നുകരാൻ പുന്നമടയിലെത്തുന്നവർ കാൽവഴുതി കായലിൽ വീണാലും അത്ഭുതപ്പെടാനില്ല. പുരവഞ്ചികൾ തമ്പടിക്കുന്ന പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ സഞ്ചാരികൾക്കായുള്ള നടപ്പാത തകർന്ന നിലയിലായതാണ് കാരണം. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വളരെ അസൗകര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വേലിയേറ്റവും വരുമ്പം വെള്ളം എരഞ്ഞു കയറി, മറ്റേ ആ കൽക്കട്ടുണ്ടായിരുന്ന വെള്ളം വരുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പരിധി വിട്ടിട്ട് വെള്ളം കയറി ഉള്ളിലോട്ട് വന്ന് ചെളിയും പോളയും എല്ലാം കൂടെ കയറിയിട്ട് ഗസ്റ്റുകൾ അറപ്പും വെറുപ്പോടും കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് വരാനായിട്ട് തന്നെ സ്വാതന്ത്ര്യമില്ല. നമ്മൾ ബോട്ടുകൾ കിടക്കുന്ന സ്ഥലത്തുനിന്ന് മെയിൻ ജെട്ടിയിലോട്ട് പാർക്ക് ചെയ്ത് കൊടുത്താലേ ചില ഗസ്റ്റുകൾ കയറത്തുള്ളെന്ന് നിർബന്ധം പിടിക്കുന്ന അവസ്ഥ വരെയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മേഖലയിലെ ഇപ്പോൾ നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് നമ്മൾ വിചാരിച്ച് നെഹ്റു ട്രോഫിക്ക് അവിടെ എല്ലാം കല്ല് കെട്ടി ഗാലറി പണിയാനും പൈസ ഉണ്ടാക്കാനും നെഹ്റു ട്രോഫി NDPR സൊസൈറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്ലാനിട്ടു. അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒരു കാരണവശാലും നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാറ്റങ്ങളും ഇവിടെ ഉണ്ടായില്ല. കുറേ മണ്ണിൻചാക്ക് അടുക്കി വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ആ സംഭവം അവിടെ ചെയ്യുകയായിരുന്നു ചെയ്തത്. ചെളി നിറഞ്ഞ് വഴുക്കലുള്ള ഈ നടപ്പാതയിൽ പലയിടങ്ങളിലും ടൈലുകളും തറയോടുകളും പൊട്ടിത്തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മാസങ്ങൾക്ക് മുൻപ് നെഹ്റു ട്രോഫി ജലോത്സവം നടന്ന പുന്നമടയിലെ പവലിയന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. മേൽക്കൂര തകർന്ന് ഇരിപ്പിടത്തിലെ ടൈലുകൾ ഇളകി അപകട ഭീഷണിയിലാണ് പ്രശസ്തമായ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഇതിനെല്ലാം പുറമെ മലിനമായി കിടക്കുന്ന പ്രദേശം വിനോദസഞ്ചാരികളിൽ അവമതിപ്പ് മാത്രമേ സമ്മാനിക്കൂ. പൊതുശൌചാലയങ്ങൾ ഇല്ലാത്തതും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളെ അലട്ടുന്ന പ്രധാന തലവേദനയാണ്. ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് ആലപ്പുഴയിൽ മാത്രമുള്ളത്. അതിനാൽ തന്നെ ഈ മേഖലയെ പിന്നോട്ടടിക്കുന്ന അധികൃതരുടെ ഇത്തരം നീക്കങ്ങൾ പല കുടുംബങ്ങളുടെയും വയറ്റത്തടിയായി മാറുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊൽക്കത്ത ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. മൂന്നാം ദിനം ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സ് 153 റൺസിൽ അവസാനിച്ചു. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ എന്നിവരുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. 4 വിക്കറ്റിന് 59 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ. ജയിക്കാൻ ഇന്ത്യക്കിനി വേണ്ടത് 65 റൺസാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.